മലബാറിന്റെ മനോഹരമായ തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമായ കോഴിക്കോട്ടെ മിയാമി കൺവെൻഷൻ സെന്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വി റൈസ് ബൈ ലിഫ്റ്റിംഗ് അതേഴ്സ് എന്ന ആപ്തവാക്യത്തിലൂന്നി ആർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മലബാർ കോൺക്ലേവ് 2025 ആണ് ഇവിടെ നടത്തപ്പെടുന്നത്. അതായത് BLMന്റെ അങ്ങ് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള നിരവധി പ്രമുഖരും പ്രതിനിധികളും അടങ്ങുന്ന വലിയൊരു സംഘമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ മുൻപന്തി നിൽക്കുന്ന ഈ പ്രസ്ഥാനം പലർക്കും അതിനെ കാണുമ്പോൾ അസൂയ ഉണ്ടാവാം. കാരണം ഏറ്റവും വലിയ സ്ത്രീശക്തികളുടെ ഒരു പ്രസ്ഥാനമാണ് BLM കൂടിയുള്ളത്. കുറിച്ചുള്ള സുഹൃത്തുക്കളെ, ഏറ്റവും കുടുംബശ്രീകൾ പെണ്ണുങ്ങൾ ഇന്ന് സ്വന്തം കാലിൽ അവരെ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അവരെ ഭർത്താവിൻ്റെ അടുത്ത് ചോദിക്കാനും സ്വന്തം പൈസയിൽ വാങ്ങിക്കൊടുക്കാനും അവർ കുട്ടികളെ പഠിപ്പിക്കാനും എല്ലാം അന്തസ്സായിട്ട് എടുത്തരാൻ അമ്മമാരും ചേച്ചിമാരും പെങ്ങളും അമ്മമ്മമാർ വരും. ഇന്ന് BLM ഏറ്റവും കൂടുതൽ മുൻപന്തിയിലിരിക്കുന്ന ഏറ്റവും വലിയ സ്ത്രീശക്തി സൊസൈറ്റിയാണ് BLM. ஒரு மனசுலயும் நம்ம சேர்மன் இருந்தா ஒரு நெகட்டிவும் நம்மள நெருங்காது. நம்ம போன் பண்ணி பேச வேண்டிய அவசியம் இல்லை, போடா போயிட்டே இருக்கலாம். ஏன் சொல்லுங்க, நம்ம கிட்ட கம்ப்ளீட் பாசிட்டிவ் இருக்கு. பாசிட்டிவ் இருக்கும்போது நெகட்டிவ் எங்கிருந்து வரும்? ஸோ ஒவ்வொரு நாளும் நம்மளுக்கு காலையில அவருக்கு நன்றி சொல்ற ஒவ்வொரு நேரமும் எல்லாரும் யாரு நெகட்டிவ் பேசலாம் அதை பத்தி காதில் கூட வாங்காம நம்ம வேலை நம்ம செஞ்சுக்கிட்டே இருக்கணுன்றத இந்த நேரத்தில் கேட்டுக்கிறேன். அதே போல மங்கள் பூமி அந்த ஸ்கீம் நீங்க இந்த வீடியோவில் பார்த்தீங்க. இது வந்து ஷூட்டிங் பண்றது இல்லை, சினிமா இல்லை, ரியல் நம்முடைய BLM மங்கள் பூமி தான் நேரடியாக பார்த்தது. ஷூட் பண்ணதில்லை, ஷூட்டிங் பண்ணதில்லை, ஆக்ட் பண்ணதில்லை, நிஜம் நிஜம் நிஜம். நம்முடைய மங்கள் பூமியில இன்னைக்கு எவ்வளவு ஒரு விஷயங்கள் நடந்துட்டு இருக்கு. கூடிய சீக்கிரம் எல்லாரும் சென்னையில நேரடியா மங்கள் பூமி நீங்க பார்க்க போறீங்க. அதோடைய முக்கியமான எல்லாரும் அங்க வந்து சந்தோஷமா அதை நீங்க என்ஜாய் பண்ணணும்னு நான் இந்த நேரத்தில் கடவுளை வேண்டிக்கிறேன், சேர்மன் வேண்டிக்கிறேன். கூடிய சீக்கிரம் நம்ம எல்லாரும் அந்த மங்கள் பூமி லேண்டை பார்க்க போறோம். அதே போல நெக்ஸ்ட் கேரளத்துல இதே போல மங்கள் பூமி லேண்டு ரெடி ஆயிட்டு இருக்கு. அது கூடிய சீக்கிரம் அதுவும் நடக்கும். ചേച്ചിയുടെ പേരെന്താണ്? സിന്ധു. സിന്ധു. ചേച്ചി എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ വീട് ചാത്തമംഗലം, താമരശ്ശേരി ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നു. എങ്ങനെയുണ്ട്? എത്ര വർഷമായിട്ട് BLMൽ വർക്ക് ചെയ്യുന്നു? 3ാമത്തെ വർഷം. 3 വർഷം. ഇപ്പോൾ 3 വർഷത്തെ ഒരുപാട് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ? BLM എങ്ങനെയാണ് ജീവിതത്തെ ഒന്ന് മാറ്റിമറിച്ചെന്ന് പറയാൻ പറ്റുക? നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് നല്ല കസ്റ്റമേഴ്സും ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ പോകുന്നു എൻ്റെ ബിസിനസ്സൊക്കെ. പേരെന്താണ്? എൻ്റെ പേര് ലത, താമരശ്ശേരി ബ്രാഞ്ചിലാണ് 4 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് BLM പരിഹാരമായിട്ട് ഉണ്ട്. ഇപ്പോഴും തുടർന്ന് 100-ലധികം മെമ്പേഴ്സിനെ ഞാനിപ്പോൾ BLMൽ ചേർത്തിയിട്ടുണ്ട്. അവരൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുന്ന ആൾക്കാരാണ്. എന്താ ചെയർമാനെ പറ്റി പറയാനുള്ളത്? ചെയർമാൻ ഒരുപാട് കുടുംബങ്ങൾക്ക് ഉള്ള ഒരുപാട് പട്ടിണിയുള്ള കുടുംബങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ പല രീതിയിലും സഹായം ചെയ്തിട്ടുണ്ട്. ഈ BLMൽ വന്നതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനായാലും വീടിനായാലും ഒക്കെ നല്ല രീതിയിൽ പരിഹാരങ്ങൾ കണ്ടിട്ടുണ്ട്. എന്താണ് BLMനെ പറ്റി പറയുന്നത്? BLM എന്നത് ഒരു മഹാപ്രസ്ഥാനമാണ്. നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് സാധിച്ചെടുക്കാൻ കഴിയുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനമാണ്. 2 കാലും ഉറച്ചു നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി വിനിയോഗിക്കുക. BLM എന്ന് പറഞ്ഞ ഫാമിലി ആണല്ലോ. ഫാമിലി എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? BLM നമുക്ക് ഒരു കുടുംബം രക്ഷപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റി പ്രമുഖർ തന്നത് തന്നെ പാവപ്പെട്ടവർക്ക് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതേ പറയാനുള്ളൂ, വേറെ ഒന്നും അദ്ദേഹത്തെ പറ്റി ഇപ്പം കിട്ടേണ്ട ഒന്ന് ഹഗ് ചെയ്യേണ്ട തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ പേര് വിജയകുമാരി. വിജയകുമാരി എവിടെ നിന്നാണ് വരുന്നത്? പുൽപ്പള്ളി, വയനാട്. വയനാട് നിന്ന് വരികയാണ്. ചുരം കയറി ഇറങ്ങി വരുവാണ്. എങ്ങനെയുണ്ട് BLMലെ പ്രവർത്തനം? 2016 കയറിയതാണ്, 10ാമത്തെ വർഷമാണ്. ജീവിതം മാറി മറിച്ചു BLMൽ വന്നിട്ട്. അത്രയധികം നല്ലൊരു സൊസൈറ്റിയാണ്. 4 ബ്രാഞ്ചുള്ളപ്പോൾ ഞാൻ ജോലിക്ക് വന്നതാണ്. ഇന്നിപ്പോൾ 130 ബ്രാഞ്ചാക്കി മാറിയിട്ടുണ്ട്. അത്രയും നല്ല പെർഫെക്റ്റായൊരു സൊസൈറ്റി ഈ ലോകത്തില്ലെന്ന് വേണം പറയാൻ. അത്രയ്ക്ക് സന്തോഷമാണ്. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്, ഞങ്ങളുടെ കുടുംബം ഹാപ്പിയാണ്, ഞങ്ങളുടെ താഴത്തെ തലമുറയെല്ലാം ഹാപ്പിയാണ് ഞങ്ങൾ BLMൽ വന്നിട്ട്. ചെയർമാനെ പറ്റി എന്താ പറയാനുള്ളത്? ദൈവതുല്യനായി ഞങ്ങൾ കാണുന്ന ഒരു വ്യക്തിത്വമാണ് ഞങ്ങളുടെ. അതാ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്നും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകണമെന്ന് എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങളുടെ അന്നദാന പ്രഭുവാണ്. സർ, ഞാൻ കേട്ടിട്ടുള്ളത് സാറ് മുൻ ജേർണലിസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും ജേർണലിസ്റ്റ് ആണോ?
അതെ. അപ്പം BLMനെ പറ്റി, BLM എന്ന സ്ഥാപനത്തിനെ പറ്റി ഒരുപാട് നുണപ്രചാരണങ്ങൾ, ഹേട്രഡൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങിങ്ങായിട്ട്. അപ്പം BLMൻ്റെ ഒരു ബോർഡ് മെമ്പർ എന്ന നിലയിൽ എന്തൊക്കെ ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ ആക്ഷൻസ് ആയിരിക്കും ആസ് എ ജേർണലിസ്റ്റ് എന്ന നിലയിൽ മെമ്പേഴ്സിന് ഇത് നൽകുക, പറഞ്ഞു കൊടുക്കുക? സത്യം അറിയുന്ന ഒരാളെ മുന്നിൽ കളവ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മുന്നിൽ എന്താ ഉണ്ടാവുക? ചിരിക്കുക. കാരണം അവർക്ക് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർക്ക് പലതരത്തിലുള്ള മോട്ടിവേഷൻ ആയിരിക്കാം. അവർക്ക് അവരുടേതായ ചില കാര്യങ്ങളുണ്ടായേക്കാം. അത് ചിലപ്പോൾ നേടിക്കൊടുക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാവാം. ചിലപ്പോൾ നമ്മളെന്തോടെങ്കിലും നമ്മളോട് ആവശ്യപ്പെട്ട് നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റാത്തതാക്കാം. കാരണം ഇതൊരു സഹകരണ സ്ഥാപനമാണ്. ഇവിടെ നിന്ന് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രമാണ് ഇവിടുന്ന് ചെയ്യുന്നുള്ളൂ. അതിൽ സ്വയം പബ്ലിസിറ്റി കിട്ടുവാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ സഹായിക്കാൻ നമുക്കിത് പറ്റില്ല. ജനോപകാരപ്രദമായ എല്ലാ പദ്ധതികളും BLM സൊസൈറ്റിയിലൂടെ ഇന്ന് നിലവിലുണ്ട്. ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന മാനസിക വിഷമം, പിന്നെ ഏതൊരു ബിസിനസ്സും വളരും തോറും ശത്രുക്കളും കൂടുമെന്ന് പറയുന്നത് ശരിയാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നില്ല. ആത്യന്തികമായിട്ടും BLM സൊസൈറ്റി ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പർമാരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതിന് മാത്രമാണ് നമ്മൾ BLM സൊസൈറ്റി ഊന്നൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ BLM സൊസൈറ്റി ഏത് നുണപ്രചരണങ്ങൾ വന്നു കഴിഞ്ഞാലും ചിരിച്ചു തള്ളുകയാണ് എല്ലാ മെമ്പർമാരും ചെയ്യുന്നത്. കാരണം മെമ്പർമാരെ വിശ്വാസത്തിലെടുത്തിട്ട് മെമ്പർമാരുടെ അറിവ് സമ്മതത്തോടു കൂടി പല പല കമ്മിറ്റികളായിട്ടാണ് നമ്മൾ ഫണ്ട് വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ BLM സൊസൈറ്റിയെ പറ്റി എന്ത് കേട്ട് കഴിഞ്ഞാലും മെമ്പർമാർ ഒരു കുലുക്കം ഉണ്ടാവാറില്ല. സ്വാഭാവികമായിട്ടും ചിരിച്ചു തള്ളാറാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാനും ഒരു ഉത്കണ്ഠയില്ല, ഒന്നുമില്ല, സന്തോഷം മാത്രം. പിന്നെ നമ്മളെ മെമ്പർമാരിൽ ഒന്നായിട്ട് കാണുമെന്ന് പറയുന്നത് അത് വേറൊരു സന്തോഷം തന്നെ. എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഒരു കുടുംബങ്ങൾ എന്താ പറയുക, ഒരു കുടുംബങ്ങളായിട്ട് എല്ലാ ആൾക്കാരും ഒത്തുകൂടി ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ഇവിടെ ഒരു പരിപാടിക്ക് വരുമ്പം കുടുംബങ്ങളിലേക്ക് ആൾ എത്തിച്ചേരുന്നില്ലേ, അതേ ഒരു പ്രീതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നമുക്കൊരു വിശിഷ്ട അതിഥി കൂടിയുണ്ട്. BLMലെ മെമ്പറായ മോളി ചേച്ചിയുടെ മകള് സീരിയൽ ആക്ട്രസ് ആണ്. വർഷ എന്നാണ് പേര്. ചേച്ചി എന്തൊക്കെയുണ്ട് BLMൽ വന്നിട്ട്? ആദ്യമായിട്ടൊരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്നല്ലേ? BLMൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വരുന്നത് ഫസ്റ്റ് ടൈമാണ്. അല്ലാണ്ട് അമ്മേൻ്റെ കൂടെ 1 ടൈം വന്നിട്ടുണ്ട്. കുറേ സ്പീച്ചൊക്കെ കേട്ടല്ലോ. എങ്ങനെയുണ്ട്? എന്താണ് BLMനെ പറ്റി അറിഞ്ഞിട്ടുള്ളത്? BLMനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുള്ള ഒരുപാട് നല്ല ചാരിറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പാവപ്പെട്ടവരെ സഹായിക്കുന്നു, അങ്ങനെയൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പ്രേംകുമാർ സാറിനെ പറ്റി, ചെയർമാൻ, നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട്? അതെ, ഒരുപാട് കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പം പറഞ്ഞത്. എൻ്റെ വീട്ടിൽ എപ്പോഴും പറയാവുന്നൊരു വ്യക്തിയും കൂടിയാണ്. അതെ, വീട്ടിൽ അതെ അതെ അതെ. പക്ഷേ ഞാനിപ്പോഴാണ് നേരിട്ട് കാണുന്നത്. അന്നത്തെ ഫംഗ്ഷൻ ഞാൻ ജസ്റ്റ് അമ്മനെ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോയതേ ഉള്ളൂ. പക്ഷേ ഈ ഫംഗ്ഷൻ വന്നപ്പോഴാണ് നേരിട്ട് കാണുന്നതും അനുഭവമൊക്കെ മേടിക്കുന്നതും. അപ്പോൾ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? BLM എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രസ്ഥാനമാണ്. അതിൽ കൂടി തന്നെയാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രേംകുമാർ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ദൈവതുല്യനായ സ്ഥാനത്ത് തന്നെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടുന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. കാരണം വെച്ചാൽ നമ്മളെയൊക്കെ ജീവിതം മാറ്റിമറിച്ചൊരു പ്രസ്ഥാനമാണ് BLM. ഞാൻ ശരിക്കും വന്നിട്ട് 10 വർഷത്തിൻ്റെ മേലെയായി. ഈ 10 വർഷം കൊണ്ട് ഞാൻ എന്ത് നേടിയതും BLMലൂടെയാണ്. അത് നമ്മളെ ദൈവതുല്യനായ ചെയർമാൻ സാറിന് എത്ര പറഞ്ഞാലും മതിയാവില്ല. പക്ഷെ അത് പറയുമ്പോൾ നമുക്ക് ശരിക്കും എന്താ പറയുക, അത് ഒരു ഇമോഷണൽ ആവുന്നൊരവസ്ഥയിൽ വരും. അതുകൊണ്ട് BLMലേക്ക് എത്താൻ ഇൻസ്പയർ ആയ കാര്യം എന്താണ്? BLMലേക്ക് എത്താൻ ഞാൻ ഒരു ജോലിയില്ല. എനിക്ക് തൽക്കാലം എൻ്റെ ഒരു എന്താ പറയുക, ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിൽ മാത്രമാണ് BLMന് വന്നത്. പക്ഷെ അത് ഇത്രയും ഒരു വലിയൊരു സ്ഥാനത്തിൽ എന്നെ എത്തിക്കുന്നുള്ളത് ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ഏകദേശം 9 വർഷത്തോളമായി BLM സൊസൈറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. BLMൻ്റെ എല്ലാ അച്ചീവ്മെൻറ്റും എല്ലാ കാര്യത്തിലും BLMൻ്റെ കൂടെ തന്നെ നല്ലൊരു വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. BLM സൊസൈറ്റിയെ വിശ്വസിച്ചു, ചെയർമാനെ വിശ്വസിച്ചു. ചെയർമാനാണ് മെയിൻ. ചെയർമാൻ പ്രേംകുമാർ സാറ് നമുക്ക് ദൈവതുല്യനായ ഒരു സാറാണ്. അദ്ദേഹം എവിടെ മീറ്റിംഗ് വെച്ചാലും ഞങ്ങൾ മായി ബ്രാഞ്ചുകാർ എത്താറുണ്ട്. ഇതിൽ ഏറെ അഭിമാനിക്കുന്നു. എങ്ങനെയുണ്ട് BLMലെ വർക്കൊക്കെ? ഞാൻ 2 വർഷം കഴിഞ്ഞു BLMൽ വന്നിട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വരാൻ കാരണം എന്തായിരുന്നു BLMലേക്ക്? BLMലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇതായിരുന്നു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വേറെ ആളെ കൊടുന്നിട്ടുള്ളത്. അപ്പോൾ അത് തിരിഞ്ഞു പോകണം എന്ന് ഓർത്തു. പക്ഷേ അതിലേക്ക് വന്നപ്പോൾ നമുക്ക് അതിലേക്ക് നല്ലൊരു ഇതായി വന്നു. മോട്ടിവേഷൻ. എന്നിട്ട് ഇപ്പം എങ്ങനെ? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. നല്ല ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളുമായി ജീവിതം. എന്താണ് ചെയർമാനെ പറ്റി പറയാൻ? നല്ലൊരു ദൈവതുല്യമായ ഒരു ആളാണ് ചെയർമാൻ. നല്ല കുറേ പ്രസംഗമൊക്കെ കേട്ടില്ലേ? കേട്ടു അടിപൊളിയായിരുന്നു. ഞാൻ വന്നിട്ട് അധികമായില്ല, ഒരു 8 മാസമായിട്ടുള്ളൂ BLMൽ ചേർന്നിട്ട്. 8 മാസത്തെ അനുഭവം എങ്ങനെയാണ്? നല്ല അനുഭവം തന്നെ, അടിപൊളിയാണ്. നല്ല നമുക്ക് ലൈഫ് സെറ്റിൽ ചെയ്യാൻ കഴിയും.
ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനം. എന്ത് മാറ്റമാണ് BLM വന്നിട്ടുണ്ടായത്? 2 വർഷം എന്നല്ലേ പറഞ്ഞു, 2 വർഷത്തിനുള്ളിൽ മാറ്റം എന്ന് പറയുന്നത് കുറച്ച് ആളുകൾക്ക് കൂടുതൽ ഇതിൽ ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ താഴെ തട്ടിൽ. അതിൽ നിന്ന് അവർക്ക് ഒരു സന്തോഷം കൊടുക്കാൻ പറ്റും. അവരുടെ വരുമാനത്തിൽ നിന്ന് അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതാണ് മെയിൻ കാര്യം. പിന്നെ ഇപ്പോൾ എന്താണ്, പിന്നിപ്പോൾ അവർക്ക് അതിൻ്റെ രീതിയിൽ നല്ല രീതിയിലേക്ക് നാളേക്ക് ഒരു അച്ചീവ്മെൻറ്റ്, അതായത് കൂടുതൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിലാകാൻ പറ്റുമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇതിൽ നിന്നും ഉണ്ട്. അതാണ് എൻ്റെ കാര്യം. BLM വന്നിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്? BLM വന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് എന്നെ കൂടുതലും അതിലേക്ക് നയിച്ചത്. കാരണം നമുക്ക് സ്വന്തമായിട്ട് ഒരാളെ സഹായിക്കുന്നതിന് ഒരു പരിധി ഉണ്ടാവുമല്ലോ. അപ്പം മറ്റുള്ളവർക്കൊരു ജോലി കൊടുക്കുക എന്ന് പറയുമ്പം സന്തോഷമാണ്. ലൈഫൊക്കെ എങ്ങനെ പോകുന്നു മൊത്തത്തിൽ BLM വന്നതിന് ശേഷം? ലൈഫ് അടിപൊളിയായിട്ട് പോകുന്നു. എന്താണ് BLM വരാൻ ഒരു പ്രചോദനമായത്? പ്രചോദനം നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാനും പിന്നെ മറ്റുള്ളവർക്കൊരു സഹായം പറഞ്ഞു കൊടുക്കാനും അങ്ങനെയൊക്കെയാണ് BLM വന്നത്. എങ്ങനെയുണ്ട് BLM പ്രവർത്തനമൊക്കെ? ഞാൻ SLD SLI ആണ്, ഇവിടെ SLDO ആണ്. ഞാനാണ് ഇവരെ എൻ്റെ ഭാര്യയാണത്. ഇന്ന് തന്നെ BLM കാശ് കൊണ്ടാണ്. ഹസ്ബൻഡ് ഞാനും മാത്രമാണ് വീട്ടിലുള്ളൂ. മോള് ആന്ധ്രയിലാണ്. ഞങ്ങൾ രണ്ടാളും ഈ വരുമാനത്തിലാണ് ജീവിക്കുന്നത്. ഹാപ്പി ആയിട്ട് പോകുന്നു. എങ്ങനെയാണ് BLM വന്നത് എൻ്റെ മോള് സ്റ്റാഫായിട്ട് സ്റ്റേറ്റ് ഓഫീസ് കോഴിക്കോടിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ അവൾ പിന്നെ ബ്രാഞ്ച് രാമനാട്ടിൽ വന്നപ്പോൾ മോള് പറഞ്ഞ അമ്മ ഇങ്ങനെ ഒരു ജോയിനിങ് ഉണ്ട്, നിങ്ങൾ കയറിക്കോളൂ ഏജൻ്റായിട്ട്. അങ്ങനെ ഞാൻ കയറി. അപ്പം ഞാൻ എൻ്റെ ചേച്ചീനെ ചേർത്തി, ഫാമിലിയിൽ കുറേ പേരെ ചേർത്തി, ലാസ്റ്റ് ഹസ്ബൻഡിനെ ചേർത്തി. ഞാൻ 5 വർഷമായിട്ട് സൊസൈറ്റി അറിയും. 5 വർഷമായിട്ടുണ്ട്. 5 വർഷമായിട്ട് സൊസൈറ്റി അറിയും. കാരണം സ്റ്റേറ്റ് ഓഫീസിൽ കോഴിക്കോടാണ് എൻ്റെ മോള് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മോളെ കൊണ്ട് ഞാൻ രാവിലെ വന്നാൽ വൈകുന്നേരം പോകുള്ളൂ. അപ്പോൾ അതുവരെ അവിടെ ഇരിക്കും. അങ്ങനെ അവിടെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ മനസ്സിലാക്കിയത് അങ്ങനെ. അപ്പോൾ ഈ 5 വർഷത്തിനിടയിൽ ഒരുപാട് മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് കിട്ടിയ ഒരു സമയം ഏതാ BLM വന്നിട്ട്? ഞങ്ങൾക്ക് എന്താ പറയേണ്ടത്, കുറേ ആൾക്കാരെ പരിചയപ്പെടാനും പിന്നെ ഒരു കുടുംബം പോലെയാണ്. എന്ത് ആപത്തിൽ അവർ കൂടെയാണ്. പിന്നെ BLM കൂടെയാണ്. എല്ലാം കൊണ്ടും ഞങ്ങൾ സന്തോഷത്തിലാണ്. ക്യാഷിൻ്റെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഒരു കൂട്ടായ്മയാണ്. ഇവിടുത്തെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു. അതെ, കുറേ പ്രസംഗമൊക്കെ കേട്ടല്ലോ. ഈ ഹൈ ലെവലിൽ ഇരിക്കുന്ന കുറേ സാറുമാരുണ്ടല്ലോ ആദ്യമൊക്കെ പ്രസംഗിക്കുന്നത്, അവരെ പറ്റി എന്താണ് പറയാനുള്ളത്? അവർ ഹൈ ലെവലല്ല, അവർ ഞങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഞങ്ങളെ താഴേക്കിടയിൽ വന്ന് പ്രവർത്തിക്കുന്ന സാറുമാരാണ്. ഞങ്ങളെ ദൈവങ്ങളെന്ന് തന്നെ പറയാം. ഞങ്ങൾക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ BLM ഞങ്ങളെ ഒരു എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ വരുമാനം മൊത്തം BLM പോകുന്നത്. അപ്പോൾ എനിക്ക് അതിൽ നല്ലൊരു സന്തോഷവും സംതൃപ്തിയും ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ഇരിക്കുന്ന സാറുമാരെന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു എന്താ പറയുക, നമ്മളൊരു പൊസിഷനിൽ ഇരിക്കുന്നുള്ളൂ. പക്ഷെ നമ്മളെ താഴേക്കടയിലുള്ള നമ്മളൊരു സാറുമാരാണ്. നല്ല സപ്പോർട്ടാണ് അവരെല്ലാം. എന്ത് നല്ല സപ്പോർട്ടാണ്. എത്ര വർഷമായിട്ടുണ്ട്? ഞാനൊരു വർഷം ആവുന്നേ ഉള്ളൂ. എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പം തന്നെ തീർത്തു തരും. BLM വന്നിട്ട് എന്താണ് ഒരു കാര്യം പറയാനുള്ളത്? BLM പറ്റി മനസ്സിലാക്കിയത് എന്താണ്? BLM എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും, അത് മനസ്സിലായി. എന്താണ് പ്രേംകുമാർ സാറിനെ പറ്റി പറയാനുള്ളത്? നല്ലൊരു ആദരണീയനായ ഒരു വ്യക്തിയാണ്. പിന്നെ പാവങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താണ് പ്രേംകുമാർ സാറിനെ പറ്റി പറയുന്നത്? എല്ലാം ഇല്ലെങ്കിൽ നമ്മളില്ല. BLM ചെയർമാൻ ഉള്ളത് കൊണ്ടാണ് എത്രയോ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഞാൻ BLM വന്നതിന് ശേഷം എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. എല്ലാം BLM വന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് പറയാം. ഞാൻ എൻ്റെ എല്ലാ BLM ലൈഫിൽ എന്തൊരു മാറ്റം ഉണ്ടായി ചേച്ചി BLM വന്നിട്ട്? BLM വന്നതിന് ശേഷം നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായി സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. പിന്നെ വാഹനം വാങ്ങി, പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങളെല്ലാം നിറവേറ്റാൻ. മുൻപ് എവിടെ വർക്ക് ചെയ്തത്? ഞാനൊരു തയ്യൽ തൊഴിലാളിയായിരുന്നു. അതിലൊരു 20 വർഷം വർക്ക് ചെയ്തു. പക്ഷേ അതിൽ നിന്നും കിട്ടാത്തൊരു ബെനിഫിറ്റ് നമുക്ക് ഇതിൽ വന്നിട്ട് ഉണ്ടായിട്ടുണ്ട്. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നല്ലൊരു, നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നമുക്ക് ചെറിയ കുറച്ച് മണിക്കൂർ വർക്ക് ചെയ്താലും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ നമ്മൾ അതിന് എഫേർട്ട് എടുത്ത് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വരുമാനം നമുക്കുണ്ടാവും. നല്ലൊരു പ്രസ്ഥാനമാണ്. ചെയർമാൻ സാറിന് ഒരുപാട് നന്ദി അറിയിക്കും. BLM സ്ട്രെങ്ത് ആയ 3 ചേട്ടന്മാർ, 3 സാറുമാർ നമ്മുടെ ഒപ്പം ഉണ്ട്. എന്താണ് ചേട്ടാ പേരെന്താ? പ്രസാദ് എന്നാണ് പേര്.
രവി മണ്ണാർക്കാട്. പരമേശ്വരൻ പെരിന്തൽമണ്ണ. ആണ്. മൂന്നാളും ഒരേ ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്? അല്ല, ഞാൻ സോണൽ ഹെഡ്. ഞാൻ റീജിയണൽ ഹെഡാണ്, സീനിയർ കോർഡിനേറ്റർ. എങ്ങനെയുണ്ട് BLM വന്നിട്ട് ഒരു എക്സ്പീരിയൻസ് എങ്ങനെ? എത്ര വർഷമായി? BLM വന്ന് 6 വർഷത്തോളമായി. ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. വളരെയധികം ജീവിതത്തിനൊരു കരുപ്പിടിപ്പിക്കാൻ പറ്റിയത് BLM എത്തിയ ശേഷം. ഒരുപാട് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ജീവിതത്തിനൊരു അടുക്കും ചിട്ടയും താളവും വന്നത് BLM എത്തിയതിനു ശേഷമാണ്. ഇന്ന് നല്ല രീതിയിൽ ജീവിച്ചു വരുന്നു. ചേട്ടൻ എന്താ പറയുള്ളത് BLM പറ്റി? BLM വരുന്നതിന് മുമ്പ് എൻ്റെ ശരീരപ്രകൃതിയും BLM വന്നതിന് ശേഷം എന്നെ കാണുന്ന ആളുകൾ എന്നെക്കുറിച്ച് പറയുന്നതും എൻ്റെ ശരീരത്തിലോട്ട് നോക്കിയാൽ, എൻ്റെ നടപ്പിലും എടുപ്പിലും മറ്റ് ജീവിത രീതിയിലും നോക്കിയാൽ BLM മുമ്പും BLM ശേഷം എന്നുള്ളത് വായിച്ചെടുക്കാം. BLM അതാണ് നമ്മൾ മുമ്പ് ഇരുന്നിരുന്നത് നമ്മളെ മാറ്റിമറിച്ച ഒരു പ്രസ്ഥാനമാണ് BLM. ജീവിത രീതി ആകെപ്പാടെ മാറി അല്ലേ? ജീവിത രീതി ആകെ മാറി. അതാണ് ഞാൻ പറഞ്ഞ മുൻകാലങ്ങളിൽ നമ്മൾ ഉണ്ടായിരുന്നതിൻ്റെ നേരെ വിപരീതം. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ജീവിത രീതിയിലേക്കും ജീവിത നിലവാരത്തിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കാൻ BLM നന്നായിട്ട് സഹായിച്ചു. BLM ചോറാണ് അത്, ഗംഭീരമാണ്. ഞാൻ 6 വർഷമായി. പല മേഖലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സമാധാനം, സംതൃപ്തിയും ഒരു നല്ല രീതിയിൽ ജീവിക്കാനും ഇപ്പോൾ BLM വന്നതിന് ശേഷമാണ് നന്നായിട്ട് മക്കളെയും ശരി വൈഫിനെയും ശരി എല്ലാവരും കൂട്ടുപിടിച്ചും കൊണ്ടുള്ളൊരു വീട്ടിൽ എങ്ങനെയാണോ കുടുംബം അതേമാതിരി തന്നെയാണ് BLM വന്നപ്പോഴും ഉണ്ടായ കുടുംബ സാഹചര്യങ്ങൾ. ഒരുമിച്ച് പ്രവർത്തിക്കൊണ്ട് എല്ലാവരും ഒരു കൂട്ടായ്മയോടെ പ്രവർത്തിക്കൊണ്ട് നല്ല ഉന്നതിയിൽ എത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വളരെ ഉന്നതിയിൽ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒരേ കൂട്ടായി ഒന്നായിട്ട് BLM കുടുംബം എങ്ങനെയാണോ അതേമാതിരി തന്നെ, അതായത് വീട്ടിലെ കുടുംബം എങ്ങനെയാണോ അതേമാതിരി BLM കുടുംബം ഒന്നിച്ച് പ്രവർത്തിച്ച് മുന്നേറും. അതുതന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ചെയർമാനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും ദൈവതുല്യനായ ചെയർമാൻ എന്ന് പറയുക. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ്. നമുക്ക് നേരത്തെ മൂർത്തി സാർ പറഞ്ഞ പോലെ നമുക്ക് ദൈവമാണ്. അതിലും നമുക്ക് ഒരു അന്നം തരുന്നത് ആരാണ്? നമ്മളെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്ന ആരാണ്? നമ്മളൊരു അമ്പലത്തിൽ പോയാൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കുമ്പോൾ പോലെ പ്രേംകുമാർ സാറിന് വിചാരിച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദൈവമാണ്, അല്ലാണ്ട് ദൈവതുല്യ എന്നുള്ളൊരു പദം അവിടെ ഇല്ല. അപ്പോൾ എല്ലാ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. BLM കിട്ടിയ എക്സ്പീരിയൻസ് ആണ് നമുക്ക് പറഞ്ഞിവിടെ തീർക്കാൻ പറ്റാത്തത്ര എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ ആദ്യം HDFCയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇതിലേക്ക് വന്നതിന് ശേഷമാണ് എന്താണ് ശരിക്കും ഒരു പെൺകരുത്ത് എന്ന് തെളിയിക്കാൻ പറ്റിയത് BLMലല്ല, നമ്മളെ കുടുംബത്തിൽ തെളിയിക്കാൻ പറ്റിയത് BLM വന്നതിന് ശേഷമാണ്. കാരണം ഒരു സ്ത്രീക്ക് വരുമാനം ഉണ്ടാകുമ്പോൾ എന്താണ് വില എന്ന് കുടുംബത്തിന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയത് BLM വന്നതിന് ശേഷമാണ്. പിന്നെ നമ്മളെ ചെയർമാൻ ദൈവതുല്യനായ ചെയർമാൻ, ആ ചെയർമാൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു BLM എന്ന പ്രസ്ഥാനം വന്നതും ഞങ്ങൾക്കൊക്കെ അതിലേക്ക് വരാൻ പറ്റിയതും. അതിന് അദ്ദേഹത്തോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയും കടപ്പാടും എന്നും ഉണ്ടായിരിക്കും. 6 വർഷമായി BLMൽ ജോയിൻ ചെയ്തിട്ട് മാഹി ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. വന്നതിന് ശേഷം മാഡം പറഞ്ഞതുപോലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. സാധാരണയായിട്ട് വിദ്യാഭ്യാസ യോഗ്യത വെച്ചാണ് ഒരു ഇതിൽ നമ്മൾ വർക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ അതൊന്നും പ്രശ്നമില്ല. പിന്നെ നമ്മളുള്ള വിദ്യാഭ്യാസം വെച്ച് നമുക്ക് ഇതിൽ എത്ര ഉയരങ്ങളിൽ എത്താൻ പറ്റും. ജീവിതം തന്നെ മാറി മറിഞ്ഞു. അത്രയും നല്ലൊരു പ്രസ്ഥാനത്തിലാണ് എത്തിയിട്ടുള്ളത്. ആദരണീയനായ ചെയർമാൻ സാറിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ചെയർമാൻ സാറിനെ പറ്റി എന്താ പറയുന്നത്? സാറിനെ പറ്റി പറയുകയാണെങ്കിൽ മാനുഷിക മൂല്യങ്ങൾ ഒരുപാട് ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തി എന്ന് തന്നെ പറയാം. ഒരുപാട് കുടുംബങ്ങൾക്ക് ഇന്ന് അന്നദാതാവായി നിൽക്കുന്നതാണ് നമ്മുടെ ചെയർമാൻ എന്നുള്ളതന്നെ പറയാൻ നമുക്ക് കഴിയും. ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ നല്ല രീതിയിൽ ജീവിത നിലവാരത്തോട് കൂടിയിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. അതിൽ ഒരുപാട് വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിൽ വന്നിട്ടുള്ളത്. അത് ഏറ്റവും വലിയതാണ്. ചെയർമാൻ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരി, ഞാൻ കുറേ പ്രാരബ്ധങ്ങൾ അനുഭവിക്കുന്ന കുടുംബമായിരുന്നു എൻ്റെ. പക്ഷേ ഇപ്പോൾ ഇതിലും ഞാനും എൻ്റെ ഹസ്ബൻഡും ഇറങ്ങിയത് കൊണ്ട് എന്താ പറയണ്ടേ, ദൈവത്തിന് തുല്യനായ ചെയർമാൻ സാറാണ് ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നത്. എന്ന് വെച്ചാൽ നല്ലൊരു വരുമാനം ഇപ്പം ഞങ്ങൾ വാങ്ങുന്നുണ്ട്. എന്തായാലും നല്ലൊരു ലീഡറും കൂടിയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട്. ഏകദേശം ഒരു 78 പേരോളം ഞങ്ങൾക്ക് ഈ ജോലിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ഗ്രാമങ്ങളിൽ എല്ലാവർക്കും തന്നെ ഇന്ന് ഒരു തൊഴിൽ എന്നുള്ള നിലക്ക് നമുക്ക് BLMലൂടെ നമ്മൾ വന്നതിന് ശേഷം ഒട്ടനവധി പേരെ നമുക്ക് ഈ തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പല രീതിയിലും ബുദ്ധിമുട്ടുന്ന ആളുകളെ നമുക്ക് BLMലൂടെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്കും അതുപോലെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നാദാപുരം ബ്രാഞ്ചിനെ പ്രതികരിച്ചാണ് ഇന്ന് ഇവിടെ പരിപാടിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇതൊരു അക്ഷരത്തിൽ മഹാസംഭവമാക്കി മാറിയിട്ടുണ്ട്. ജനഹൃദയങ്ങളിൽ ഇന്ന് BLM ഉണ്ട്. നമുക്ക് ഇതുപോലെ ആസ്വദിച്ചൊരു ജോലി ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ നിലവിലില്ല തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് വെച്ചാൽ BLMൽ വന്നതിന് ശേഷം വളരെയധികം മാറ്റങ്ങളാണ് നമ്മുടെ ലൈഫിലായാലും നമ്മുടെ ഫാമിലിയിലായാലും ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് നമുക്ക് ചെയർമാനോട് നന്ദി പറയുകയാണ്. ദൈവതുല്യനായി കാണുന്നൊരു ചെയർമാനാണ് നമുക്കുള്ളത്.
അപ്പോൾ ചെയർമാൻ തന്നെ നമുക്ക് എന്താണോ തരേണ്ടത് അത് നല്ല രീതിയിൽ അതൊരു 100 മടങ്ങ് വലുതാക്കിയിട്ടാണ് ചെയർമാൻ നമ്മളിലേക്ക് എത്തുന്നത്. വരുന്ന മുന്നോട്ട് എന്തൊക്കെ നമുക്ക് വേണം അതൊക്കെ ചെയർമാൻ മുൻകൂട്ടി കണ്ടിട്ട് എന്താണോ BLM-ലൂടെ നമുക്ക് തരാൻ പറ്റുക അത്രയും ഏറ്റവും മികച്ചതായി നമുക്ക് ഇതുവരെ തന്നിട്ടുള്ളൂ. ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച സിന്ദൂരം, ഇന്നെനിക്ക് കണ്ണെഴുതാൻ വിണ്ണിലെ നക്ഷത്ര മഷിക്കൂട്. വാവ്, താങ്ക് യു. ഓക്കെ, എന്താണ് പ്രേംകുമാർ സാറിനെ പറ്റി പറയാനുള്ളത്? ചെയർമാൻ കിങ് ഓഫ് ദ BLM. സാറില്ലെങ്കിൽ BLM ഇല്ല, BLM ഇല്ലെങ്കിൽ ഞങ്ങൾ ആരും തന്നെ ഇല്ല. നേരത്തെ ചോദിച്ചില്ലേ, സ്ട്രെങ്ത് ഓഫ് BLM സാറാണ്. ഞങ്ങളുടെ എല്ലാവരും ഓരോരുത്തരുടെയും സ്ട്രെങ്ത് സാറാണ്. സാറിനെ ഒന്ന് കണ്ടാൽ മതി, യു ക്യാൻ ഫീൽ ദറ്റ് പോസിറ്റീവ് വൈബ്. ആൻഡ് BLM-നെ സാർ എങ്ങനെ ഉരുവാക്കി എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ദിസ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ടു വർക്ക് ആൻഡ് ബെസ്റ്റ് പ്ലേസ് ടു ഗ്രോ. ഇവിടെ വന്നിട്ടുള്ള ആരും തിരിഞ്ഞു പോവില്ല. എവറിബഡി ഈസ് ഗ്രോയിങ് ഇൻ ദെയർ ഓൺ വേ. ഞങ്ങളുടെ ശക്തിയാണ് സാറ്. കാരണം വെച്ചാൽ സാറില്ല എങ്കിൽ ഞങ്ങളില്ല, നമ്മളില്ല. അതുപോലെ സാറ് തുടങ്ങി വെച്ചിരിക്കുന്ന ഒന്നും ദൈവം കൈവിടില്ല. സാറ് എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കണ്ടിട്ടുണ്ട്. അതാണ് ആർ പ്രേംകുമാർ നായർ. എത്ര വർഷമായിട്ടുണ്ട് BLM? ഞാനിവിടെ ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. ഞാൻ ഒരു പട്ടാളക്കാരനെ റിട്ടയർഡിന് ശേഷം ഇവിടെ വന്നതാണ്. പക്ഷേ ഇന്ന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രയത്നം കൊണ്ട് 3 ദിവസം കൊണ്ട് 131ാമത്തെ ബ്രാഞ്ച് 131 ഫോം വെച്ച് നമ്മളിന്ന് ചെയർമാനെ കൊണ്ട് സെങ്ഷൻ വാങ്ങിച്ചു. അതാണ് നമ്മൾ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം. 50 ലക്ഷം രൂപ കൊടുത്തു. എത്ര വർഷമായിട്ട് എല്ലാവരും വർക്ക് ചെയ്യുന്നത്? ഞാൻ ആർമിയിലായിരുന്നു. 28 വർഷം ആർമി രാജ്യസേവനം കഴിഞ്ഞ് ഞാനിപ്പം 28 മാസമായി BLM-ൽ. 28 മാസം. ആ 28 മാസത്തിൽ എനിക്ക് ഒരുപാട് സഹപ്രവർത്തകർക്ക് ഒരു ജോലി മേടിക്കാൻ സാധിച്ചു. BLM ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ആത്മാർത്ഥമായി സത്യസന്ധമായി ഉറച്ച മനസ്സോടെ മുന്നോട്ട് പോയാൽ നമുക്ക് വരുമാനം, അതുപോലെ തന്നെ ഒരുപാട് സഹപ്രവർത്തകർക്ക് നല്ലൊരു വരുമാനം മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് BLM. ഈ പ്രൊഫഷണൽ എന്നതിനും അപ്പുറം പേഴ്സണലി എന്തൊക്കെ മാറ്റങ്ങളാണ് BLM-ൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്? പേഴ്സണലി ഒരു ടൈം നമ്മൾ രാവിലെ തന്നെ റെഡിയാവുന്നു. എല്ലാം പട്ടാളത്തിൻ്റെ അതേ ഒരു രീതി തന്നെയാണ് ഞാൻ ഇവിടെ ഫോളോ അപ്പ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ അവിടുത്തെ ഡിസിപ്ലിൻ അതേ തന്നെയാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ മാറ്റങ്ങളെന്ന് വെച്ചാൽ ഏറ്റവും വലിയ സന്തോഷം ഒരു മനുഷ്യൻ എന്ന നിലയിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. അതെനിക്ക് ഇതിലൂടെ സാധിക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ. അതിൻ്റെ പേരെന്താ? തങ്കമണി. എത്ര നാളായിട്ടുണ്ട് BLM-ൽ? 10 വർഷം. BLM-ൽ വന്നിട്ട് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ മറക്കാൻ പറ്റാതെ. BLM എന്ന ഒരു മഹാപ്രസ്ഥാനം വന്നതുകൊണ്ടും അത് നമുക്ക് അത്രയും നല്ല ഒരു ചെയർമാനെ കിട്ടിയതുകൊണ്ടും നമ്മൾ ഇന്ന് അർഹിക്കുന്നതിലും കൂടുതൽ വരുമാനമായാലും അതുപോലെ തന്നെ നല്ല ഒരു സന്തോഷത്തോടു കൂടെ നല്ല കുറേ സഹപ്രവർത്തകരുടെ കൂടെ ജോലി ചെയ്യാനും അവർക്ക് കുറേയൊക്കെ ഒരു ജോലി കൊടുക്കാനും എല്ലാം സാധിച്ചു. ഞാനൊക്കെ ആദ്യ കാലഘട്ടത്തിൽ വരുന്ന സമയങ്ങളിൽ BLM സൊസൈറ്റി എന്താണെന്ന് പോലും ആൾക്കാരൊക്കെ അത്ര വലിയ പെടുത്തില്ല. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം, പഴശ്ശിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് BLM എത്താത്ത ഒരു വീട് പോലും ഇന്ന് ആ നാട്ടിലുള്ളതാണ് സത്യം. എന്തായാലും ഇന്ന് BLM സൊസൈറ്റി വലിയൊരു വികാരമായി മാറിയിരിക്കുകയാണ് എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളിപ്പം ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാരുടെ വീട്ടിൽ ഓണക്കിറ്റായിട്ടും അങ്ങനെ പല ഞങ്ങളായിട്ട് ഇന്ന് BLM സൊസൈറ്റി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ സർ, നെക്സ്റ്റ് മന്ത് AGM വരുവാണല്ലോ. അപ്പോൾ CSRൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് പുതിയ പ്രൊജക്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് വിഷയങ്ങളുണ്ട്. കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു ഫ്രീ ആയിട്ട് ഏറ്റവും പാവപ്പെട്ട ഒന്നിനും വഴിയില്ലാത്ത ആൾക്കാർക്ക് BLM ലോകമായിട്ട് ഫ്രീ ആയിട്ട് ഒരു വീട് കൊടുക്കാനുള്ള തീരുമാനത്തിലാണ്. അത് സർക്കാരിൻ്റെ കൂടെയുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയമാണ്. അതാണ് നമ്മളെ നെക്സ്റ്റ് AGM-ലുള്ള ഏറ്റവും വലിയൊരു വിഷയം. സർ, ഓരോ ദിവസം BLM-ൻ്റെ വാല്യൂ ഓരോ പുതിയ ആളുകൾക്കിടയിലേക്കും ചെല്ലുന്നുണ്ട്. അതിനൊരു കാരണം എന്തായിരിക്കും? തീർച്ചയായിട്ടും നമ്മളെ ജനങ്ങളെ മനസ്സിലാക്കുന്നു. നമ്മളിത് BLM എന്നത് വെറും ഒരു സൊസൈറ്റി മാത്രമല്ല, ഒരു വലിയ കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ വളർച്ച എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടാവും. ആ ഒരു വിജയത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം അതാണ്. ഇന്നിവിടെ നമ്മൾ പരിചയപ്പെട്ട, സംസാരിച്ച ഓരോ ആളുകളും കടന്നു വരുന്നത്
വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ കൂടിയാണ്. എന്നാൽ BLMലേക്ക് വന്നതിന് ശേഷം ഇവർക്കെല്ലാം പറയാനുള്ളത് ഒരേ വാചകങ്ങളാണ്. അതിന് കാരണം BLMന്റെ അമരക്കാരനായ R. പ്രേംകുമാർ സാറാണ്. ഒരു മനുഷ്യന് എങ്ങനെ ജനഹൃദയങ്ങളിൽ ഇത്രമാത്രം സ്വാധീനമുണ്ടാക്കാനും ജനഹൃദയങ്ങളിൽ ഇത്രമാത്രം സ്ഥാനം പിടിക്കാനും കഴിയുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് BLMന്റെ അമരക്കാരൻ R. പ്രേംകുമാർ. ക്യാമറമാൻ മാനു കോട്ടക്കലിനൊപ്പം സൗമി മാത്യു, M5 ന്യൂസ്.